In the last video, I have gave you an introduction about data types and enumerated data types. In this video, we will study data types in detail. You can see the first point, that is the variety of data types that is available allows the programmer to select the type appropriate to the need of the application as well as the machine. നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഡാറ്റ ടൈപ്പ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. C++ തരുന്ന 4 ഡാറ്റ ടൈപ്സ് ആണ് primitive, basic, fundamental data types, derived data types, user-defined data types, and valueless data types. Data types തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടും എന്യൂമറേറ്റഡ് ആയിട്ടുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ട് മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. അതിലും ഡിവൈഡ് ചെയ്തിട്ടാണ് യു ആർ ഹാവിംഗ് ദിസ് പ്രിമിറ്റീവ്, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ് ആൻഡ് വാല്യൂലെസ്. You can see the pictorial representation where data types is divided into 4 types. You have primitive, that is int, character, float and double. അതായത് ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള C++ ലാംഗ്വേജ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് പ്രിമിറ്റീവ്. ദെൻ യു ഹാവ് ഡിറൈവ്ഡ്, അതായത് പ്രിമിറ്റീവിൽ നിന്ന് ആസ് റെഫറൻസ് വിത്ത് ദ പ്രിമിറ്റീവ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് എറേ, ഫങ്ഷൻസ് ആൻഡ് പോയിന്റേഴ്സ്. ദെൻ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ് സ്ട്രക്ചേഴ്സ്, യൂണിയൻ ആൻഡ് എന്യൂമറേഷൻ. ദെൻ യു ഹാവ് വാല്യൂലെസ് ആസ് void. C++ support 4 primary data types and they have already been mentioned: integer, character, float and double. Integer എന്ന് പറയുന്നത് int keyword വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. Character you have char, floating point is float and the double precision floating point keyword is double. You can also have some control over this type of range of numbers and storage. Basically ഞാൻ നേരത്തെ സൈസിൻ എത്രയാണ് ഇൻറ്റീജർ, ക്യാരക്ടർ ഒക്കെ എടുക്കുന്ന സൈസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൈസിൽ തന്നെ പിന്നെയും നമുക്ക് കുറച്ച് കൺട്രോൾഡ് കൊണ്ടുവരാനാണ്. വി ഹാവ് യൂസിങ് C has 4 type qualifiers as known as type modifiers which precedes the basic data types. നമ്മൾ പഠിക്കുന്നത് C++ ആണ്. C++ എന്ന് പറയുന്നത് C വെച്ച് ബേസ് ചെയ്തിട്ടുള്ള രണ്ടും സെയിം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ കുറച്ച് മാത്രം ഡിഫറൻസിയേഷൻ വരുന്നതാണ്, ബാക്കി എല്ലാം സെയിം ആണ്. സോ അപ്പോൾ നിങ്ങൾ C വെച്ചുള്ള റെഫറൻസ് ആയാലും പഠിച്ചാൽ മതി. ആകെ പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ മാത്രമാണ് വ്യത്യാസം, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഈ നോട്ടിൽ C എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത്. So hence it has 4 type of qualifiers and it is also known as the type modifiers and it precedes the basic data types. They are known as short, long, signed and unsigned. ഈ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റീജറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സൈൻഡ്, അൺസൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ക്യാരക്ടർ കീവേഡിനൂടെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ യു ഹാവ് ലോങ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് വിത്ത് ദിസ് ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ മെമ്മറി സൈസും എടുക്കുന്നതാണ്. So first we move on to integer types, which has 3 classes of integer storage, namely C++ has 3 classes of integer name. You can see that is mentioned here. Short int 2 bytes, then 16 bits. 2 bytes എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 1 byte എന്ന് പറഞ്ഞാൽ 8 bits ആണ്, അതുകൊണ്ടാണ് ഇവിടെ 16 bits എന്ന് വരുന്നത്. Then signed integer, പിന്നെ long int എന്ന് പറയുമ്പോൾ 4 ആണ്. You can see the second point. The signed integer uses 1 bit for sign and other bits for the magnitude of the number. നമ്മൾ signed integer എന്ന് കൊടുക്കുമ്പം ഇൻറ്റീജർ യൂസ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് അവിടെ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ആ സൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള സൈൻ. സോ ബേസിക്കലി ഇറ്റ് ഇസ് നോൺ ആസ് എ സൈൻ ബിറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റ് ഇൻ ദ ലെഫ്റ്റ് മോസ്റ്റ് സൈഡ് ഓഫ് ദാറ്റ് മെമ്മറി വേർഡ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇപ്പം -13 എന്ന് പറയുന്നത് മൈനസിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസും 13 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസും ഉണ്ടാവും. C++ offers a variation of integer data type that provides what are called as short and long integer values. നമുക്ക് ആസ് എ യൂസർ നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം ഷോർട്ടും ലോങ്ങും ഇൻറ്റീജർ വാല്യൂസ് എത്രയാണെന്നൊക്കെ നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം. So, range പറയുന്നതാണ് ഇത്. You can find long integers typically can vary from this particular figure to positive figure and also short integerന് നമ്മൾ ഇൻറ്റീജറിനെക്കാളും കുറച്ചും കൂടി ലെസ് സ്പേസ് മതി. അതുപോലെ തന്നെ ലെസ് സ്പേസ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കുറച്ചും കൂടി സ്പീഡ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റീജർ എന്ന് പറയുന്നത് അൺസൈൻഡ് ഇൻറ്റലിജറിന് അൺസൈൻഡ് ഷോർട്ട് ഇൻറ്റ് ഉണ്ട്, അൺസൈൻഡ് ലോങ് ഇൻറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമിംഗ് യൂസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലീസ്റ്റ് മിനിമം നമ്മൾ ഇൻറ്റീജർ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻറ്റീജർ ഇസ് എ ഡാറ്റ ടൈപ്പ്.
അതിൽ വരുന്ന വേരിയേഷൻസ് ആണ് അൺസൈൻഡും സൈൻഡും ഷോർട്ടും ലോങ്ങും ഒക്കെ. ആൻഡ് ഓൾസോ ദ റേഞ്ച് ഇസ് മെൻഷൻഡ് ഹിയർ. നെക്സ്റ്റ് യു ഹാവ് ദ ക്യാരക്ടർ ടൈപ്സ്. ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബൈറ്റ് എടുക്കുന്നതാണ്. ക്യാർ ആണ് ഡാറ്റ ടൈപ്പ്. സിംഗിൾ ബൈറ്റ് ഇസ് ഇക്വാലൻ ടു 8 bits ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ 8 bits ഓഫ് ദി ഇന്റേണൽ സ്റ്റോറേജ്. അതിലും സൈൻഡ് ആൻഡ് അൺസൈൻഡ് ക്യാരക്ടർ ഉണ്ട്. You have it ranges from -128 to 127, that is for signed char, and unsigned char has a range from 0 to 255. That is also occupying 1 byte each but having different ranges. Ranges different ആണ്. Signed എന്ന് പറയുമ്പം എല്ലാ നെഗറ്റീവ് തൊട്ട് പോസിറ്റീവ് വരെ വരും. അൺസൈൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്സ് മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് യു ഹാവ് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ് എന്ന് പറയുന്നത് 32 bits ആണ്. 32 bits എന്ന് പറയുമ്പോൾ 4 byte, 32 bits വിത്ത് 6 digits ഓഫ് പ്രിസിഷൻ. അതിൽ ഡെസിമൽ പോയിന്റ്സും കൂടി വരുന്നതുകൊണ്ട് നമ്മൾ പ്രിസിഷനും നോക്കും. ഫ്ലോട്ട് ആണ്. ദ ഫ്ലോട്ട് ഇസ് എ കീവേഡ് യൂസ്ഡ് ഫോർ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഇവനെ ഡബിൾ പ്രിസിഷൻ നമ്പേഴ്സ് എന്നും പറയാം. ഇവരുടെ റേഞ്ച് എന്ന് പറയുന്നത്, ഫ്ലോട്ട് എന്ന് പറയുന്നത് 2.3, ഇത് എക്സ്റ്റൻഷൻ ആണ് പറയുന്നത്. ലൈക്ക് ഹൗ മച്ച് ഇറ്റ് ക്യാൻ പ്രൊസീഡ്, പിന്നെ റൗണ്ട് ചെയ്യുന്നതും അതൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. ഈ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എബിലിറ്റി ടു ഡിഫൈൻ ദ നമ്പർ. ദ ഡബിൾ ഡാറ്റ ടൈപ്പ് നമ്പർ യൂസസ് 64 bits ഗിവിങ് എ പ്രൊസിഷൻ ഓഫ് 14 digits. സോ ഇതൊക്കെ ഇൻബിൽഡ് ആയിട്ടുള്ള പ്രൊസിഷനൊക്കെ അതിൽ തന്നെ ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ ഫ്ലോട്ട് കീവേഡ് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾ ഡിജിറ്റ്സ് കൊടുക്കുന്നത് അതനുസരിച്ച് അത് റൗണ്ട് ചെയ്തോളും. ആൻഡ് ദ ലാസ്റ്റ് യു ഹാവ് ദ വാല്യൂലെസ് ടൈപ്പ്, ദാറ്റ് ഇസ് എ വോയിഡ് ടൈപ്പ്. വോയിഡ് എന്ന് പറയുന്നത് ഒന്നും ഹോൾഡ് ചെയ്യില്ല. അതിന് 3 യൂസസ് ആണുള്ളത്. ഒന്ന് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന രീതിയിൽ നമുക്ക് ആ കോളിംഗ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാം. വേറെ ഒന്നും ഫംഗ്ഷനിലൊന്നും പാരാമീറ്റേഴ്സ് ഇല്ല, ഫംഗ്ഷൻസ് ഒന്നും ആർഗ്യുമെൻറ്റ്സ് ഇല്ല. അതായത് ഫംഗ്ഷൻ വിളിക്കുമ്പം ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ പഠിക്കും നെക്സ്റ്റ് സെഷനിൽ. ഇപ്പം അത് വെറി ആവണ്ട. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് നമ്മൾ കുറേ പാരാമീറ്റേഴ്സൊക്കെ പാസ് ചെയ്യണം. ഇൻറ്റീജർ പാരാമീറ്റേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ത് പാരാമീറ്റേഴ്സും പാസ് ചെയ്യാം. സോ ആ പാരാമീറ്റേഴ്സിൽ നമുക്ക് വോയിഡ് ആയിട്ടും പാസ് ചെയ്യാം. ദെൻ യു ക്യാൻ സി ദിസ് ഇസ് ജസ്റ്റ് എ റെപ്രസെൻറ്റേഷൻ. എത്ര സൈസ് എടുക്കുന്നു, ക്യാരക്ടർ 1 ഷോർട്ട് ഇൻറ്റു 2, ഇൻറ്റീജർ 2 ലോങ് ഇൻറ്റു 4, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ യു ഹാവ് ദ ബൂലിയൻ ടൈപ്പ്. ബൂലിയൻ ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0s and 1s മാത്രമേ എടുക്കുകയുള്ളൂ, ഫോൾസ് അല്ലെങ്കിൽ ട്രൂ. ബൂലിയൻ ടൈപ്പ് ഇസ് ബേസിക്കലി ബൂൾ കീവേഡിലാണ് അറിയപ്പെടുന്നത്. ദെൻ ഇൻറ്റീജർ വാല്യൂസ് വരുമ്പോൾ 4578 to -4578 to 0, അതാണ് ഇൻറ്റീജർ വാല്യൂസിൻ്റെ റേഞ്ച്. ബൂലിയൻ എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് മാത്രമേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് സാമ്പിൾസിൻ്റെ വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് 95.27, 95.0 ഇങ്ങനെയൊക്കെ, ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. ദെൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സിംഗിൾ ക്യാരക്ടർ മാത്രം റെപ്രസെൻറ്റേഷൻ. സോ ഈ ഒരു ഇൻറ്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യു ഹാവ് ഇന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ്. ഇന്യൂമറേഷൻ ഡാറ്റ ടൈപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അതായത് കുറേ വാല്യൂസ് നമുക്ക് ഒരുമിച്ചൊരു ലിസ്റ്റ് പോലെ ഇടാം. അതിന് ഓരോന്നിനും നമുക്ക് വാല്യൂ കൊടുക്കാം, ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. സോ ഫോർ ദാറ്റ് പർട്ടിക്കുലർ thing you have to create a new simple data type and it is called as enumeration type. അപ്പോൾ ആ ഡാറ്റ ടൈപ്പിൽ നമ്മൾ പേരും കൊടുക്കണം, അതിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസും നമ്മൾ കൊടുക്കണം. അതിൻ്റെ സിൻടാക്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. ലൈക്ക് ഈനം, ടൈപ്പ്, അതിൻ്റെ ലിസ്റ്റ്, അതിന് എത്ര വാല്യൂ കൊടുക്കുന്നത്. ദെൻ കളർ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ബ്ലൂ എന്ന് പറയുമ്പം ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നിടത്തെല്ലാം ബ്ലൂ വരും. അതിൻ്റെ എക്സാമ്പിൾസ് ഫെമിലിയർ ആണ്. ദെൻ ഈനം കളർ റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. സോ ആസ് പെർ ഓർഡർ റെഡിന് 0യും ബ്ലൂവിന് 1ഉം ഗ്രീനിന് 2ഉം യെല്ലോക്ക് 3ഉം ആയിരിക്കും. എത്രയാണോ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ എടുക്കും. സോ ഇതൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളുടെ സിലബസിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എഴുതാനുള്ളത് പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ബോത്ത് ദ വീഡിയോ റെഫർ ചെയ്തിട്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.